എപ്പിസോഡ് തുടങ്ങുന്നത് മാസ്റ്റർ അവളെ ചെക്ക് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇത് പഴയ കാലത്തുള്ള സ്പെല്ലാണ്. സ്വപ്നത്തിലെ ഒരു വർഷം നമ്മുടെ ലോകത്തിലെ ഒരു ദിവസമാണ്. 7 ദിവസത്തിനുള്ളിൽ ഇവളുടെ ആത്മാവ് മുഴുവനായി അയാൾക്ക് കിട്ടും. നീ അവളുടെ സ്വപ്നത്തിൽ പോയി അയാൾ ആരാണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ അവനെ കൊല്ലാം. നിനക്ക് സംസാരിക്കാൻ പറ്റില്ല, ആംഗ്യ ഭാഷയിലൂടെ കാണിക്കണമെന്ന് മാസ്റ്റർ പറയുന്നു. അങ്ങനെ യാങ് അവളുടെ സ്വപ്നത്തിലേക്ക് പോകുന്നു. അവൻ ആദ്യം എത്തിയത് ലൂയിങ് ജീവിച്ചിരുന്ന റൂമിലാണ്. യാങ്ങിന്റെ രൂപമുള്ള ഒരാൾ അവൾക്ക് ചെസ്നട്ട് കൊടുക്കുന്നു. അതുകണ്ട് ദേഷ്യത്തോടെ യാങ് അവനുമായി അടികൂടുന്നു. യാങ്ങിനെ പോലുള്ള രണ്ടുപേരെ കണ്ട് ചിങ്ങാനൊന്നും മനസ്സിലാകുന്നില്ല. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. അവൻ ഫേക്കാണ്, നീ എന്തിനാ എന്നെ പോലെ അഭിനയിക്കുന്നതെന്ന് ചോദിച്ച് വീണ്ടും അടികൂടുന്നു. പെട്ടെന്ന് ഒരു യാങ് അവളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവളുടെ കൈ പിടിച്ചു നടക്കുമ്പോൾ അടുത്ത യാങ് അവിടേക്ക് വന്ന് അവളെ ചിങ്ങാൻ താമസിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അടുത്ത യാങ് അവിടേക്ക് വന്ന് അവളെ ഫ്ലവർ വാലിയിലേക്ക് കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നു. രണ്ടാമത്തെ യാങ് അവിടേക്ക് വന്ന് ഇത് ഏത് സ്ഥലമാണെന്ന് ചോദിക്കുന്നു. യാങ്ങും ചിങ്ങാനും മുന്നേ അവിടെ പോയിട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥ യാങ്ങിനെ കണ്ടുപിടിച്ച് ഇതാണ് എൻ്റെ യുച്ചിയെന്ന് അവൾ പറയുമ്പോൾ ദേഷ്യത്തിൽ ഫേക്ക് യാങ് അവിടെ നിന്നും പോകുന്നു. മിന്നാമിനുങ്ങിനെ കാണണമെന്ന് പറയുമ്പോൾ അവിടേക്ക് ഒരുപാട് മിന്നാമിനുങ്ങ് വരുന്നു. അത് കണ്ട് സന്തോഷത്തോടെ ചിങ്ങാൻ അവനെ ഹഗ് ചെയ്യുന്നു. അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിക്കുന്നു. അവിടെ നിന്നും വരാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഈ സ്വപ്നം ഇവർ രണ്ടുപേർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. ആരായിരിക്കും ഇവരുടെ ശത്രു എന്നവർ ചിന്തിക്കുന്നു. ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് ചെസ്നട്ട് കഴിക്കുന്നു. ഡ്യൂറിയൻ കേക്ക് കഴിച്ചിട്ട് ചിങ്ങാൻ കൊള്ളാമെന്ന് പറയുമ്പോൾ ലൂയിങ്ങിന് അത് ഇഷ്ടമില്ലാത്ത കാര്യം യാങ്ങിന് ഓർമ്മ വരുന്നു. ലൂയിങ്ങിന് ഡ്യൂറിയൻ ഇഷ്ടമില്ലാത്ത കാര്യം വേറെ ആർക്കും അറിയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു. ആ സമയത്ത് മാർബിൾ അവിടെ ഉണ്ടായിരുന്നത് യാങ്ങിന് ഓർമ്മ വരുന്നു. പോകുന്ന സമയം ബ്ലൂബേർഡ് മാർബിളിനോട് 200 വർഷങ്ങൾക്ക് മുന്നേയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞത് അവൻ ഓർക്കുന്നു. ശേഷം ആംഗ്യ ഭാഷയിലൂടെ മാർബിൾ എന്ന് പറയാൻ അവൻ ശ്രമിക്കുന്നു. പക്ഷേ അവർക്കത് മനസ്സിലാകുന്നില്ല. വീണ്ടും അവൻ ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നു. അവസാനം അവർക്കത് മാർബിൾ ആണെന്ന് മനസ്സിലാകുന്നു. മാർബിൾ അവളുടെ തലമുടി എടുത്തത് അതിനായിരുന്നു. അങ്ങനെ അത് വെച്ച് മാർബിളിനെ കണ്ടെത്തി മാസ്റ്റർ അവളോട് ഫൈറ്റ് ചെയ്യുന്നു. ലൂയിങ് നിന്നെ രക്ഷപ്പെടുത്തിയതല്ലേ, എന്നിട്ടും നീ അവളെ കൊല്ലാൻ ശ്രമിച്ചല്ലോ എന്ന് ബ്ലൂബേർഡ് ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ അവളെ ഉപദ്രവിക്കില്ലെന്ന് മാർബിൾ പറയുന്നു. പിന്നെ നിനക്കെന്തിനാ അവളുടെ ഇൻസോൾ എന്ന് ചോദിക്കുമ്പോൾ ആ സ്പെൽ കാരണം അവൾ കുറച്ചു ദിവസം ഉറങ്ങും, അല്ലാതെ മരിക്കില്ലെന്ന് മാർബിൾ പറയുന്നു. നിനക്കതിനെക്കുറിച്ച് അറിയില്ല, ആരാ അത് നിന്നെ പഠിപ്പിച്ചതെന്ന് മാസ്റ്റർ ചോദിക്കുമ്പോൾ അത് പറയുന്നത് മുന്നേ അവൾ മരിക്കുന്നു. ഇത് ചെയ്ത ആൾ വളരെ ക്രൂരനാണ്, അവളുടെ ആത്മാവിനെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. നമുക്കിനി വേറെ സൂചന ഒന്നുമില്ലെന്ന് മാസ്റ്റർ പറയുന്നു. ശേഷം യാങ്ങും ചിങ്ങാനും സ്വപ്നത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. ഞാനൊരു വലിയ സ്വപ്നം കണ്ടു. അത് ശരിക്കും റിയൽ പോലെ ആയിരുന്നു. അവിടെ ഫ്ലവർ വാലിയും സ്റ്റാർ ഹാലോയും ഒരുപാട് മിന്നാമിനുങ്ങും ഉണ്ടായിരുന്നെന്ന് അവൾ പറയുമ്പോൾ 6 ദിവസം കൊണ്ട് നീ കോമയിലായിരുന്നു, മാസ്റ്റർ നിന്നെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവുമെന്ന് യാങ് പറയുമ്പോൾ മാസ്റ്റർ വഴക്ക് പറയുമെന്നും ചിന്തിച്ച് അവൾ ധൃതി കൂട്ടുന്നു. അങ്ങനെ ചിങ്ങാൻ അവിടെ നിന്നും പോകുന്നു. മാസ്റ്റർ ചിങ്ങാനെ വഴക്ക് പറഞ്ഞിട്ട് 20 ദിവസത്തേക്ക് അവൾക്ക് ശിക്ഷ കൊടുക്കുന്നു. വിഷമിക്കേണ്ട, 20 ദിവസം പെട്ടെന്ന് കഴിയുമെന്ന് ഫങ് പറയുമ്പോൾ ഇവിടെ എനിക്ക് കത്തിയുടെ ആവശ്യമില്ലെന്നും പറഞ്ഞ് അത് ഫെങ്ങിന് കൊടുത്തിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. യാങ് ഡ്രാഗൺ പൂളിലിരിക്കുമ്പോൾ ഫ്രണ്ട് അവിടേക്ക് വന്ന് മാസ്റ്ററിന്റെ പണിഷ്മെന്റിനെ കുറിച്ച് അവൻ എന്നോട് ചോദിച്ചിരുന്നു. മാസ്റ്ററും ബ്ലൂബേർഡും ഒരുമിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ആ ബുക്ക് അവനെ കാണിക്കുന്നു. മാസ്റ്റർ ലോൺലി സ്റ്റാറും ബ്ലൂബേർഡ് ബ്ലൂ സ്വാലോയുമാണ്. ഇത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, അവൻ നിന്റെ ഫ്രണ്ടല്ലേ, വേണമെങ്കിൽ നിനക്കവനോട് പറയാമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് അവിടെ നിന്നും പോകുന്നു. കേക്കും കഴിച്ച് ബ്ലൂബേർഡ് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവൾ ഒരു ബാരിയറിൽ തട്ടുന്നു. അപ്പോൾ അവിടേക്ക് ചിങ്ങാന്റെ ആളുകൾ വരുന്നു. അവരെ കണ്ട് പേടിച്ച് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ അവൾ മാസ്റ്ററിനെ വിളിക്കുന്നുണ്ട്. അവർ ബ്ലൂബേർഡിനെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് മാസ്റ്റർ അവിടേക്ക് വന്ന് ഇതെന്റെ ഫ്രണ്ടാണ്, അവളോട് ക്ഷമിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഡെമോണാണ്, നിങ്ങൾ ഇമ്മോർട്ടൽ അല്ലേ, ഈ ഡെമോണെ എന്തിനാ നിങ്ങൾ സംരക്ഷിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നു. അവൾ ഡെമോൺ ആണെങ്കിലും പെട്ടെന്ന് തന്നെ അവൾക്ക് ഇമ്മോർട്ടൽ ആകാൻ കഴിയും, എനിക്ക് ഇവളെ കൊണ്ടുപോകണമെന്ന് മാസ്റ്റർ പറയുന്നു. അത് കേൾക്കാതെ അവർ ബ്ലൂബേർഡിനെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ മാസ്റ്റർ അവരോട് ഫൈറ്റ് ചെയ്യുന്നു. ഫെങ്ങ കത്തിയെടുത്ത് മാസ്റ്ററിന്റെ നേരെ എറിയുമ്പോൾ ബ്ലൂബേർഡ് അത് തടഞ്ഞ് അത് അവളുടെ ദേഹത്ത് കൊള്ളുന്നു. അപ്പോൾ മുന്നേ നടന്ന കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വരുന്നു. ശേഷം മാസ്റ്ററും ബ്ലൂബേർഡും അവിടെ നിന്നും പോകുന്നു. ലൂഫങ് പവലിയനിലെത്തി മാസ്റ്റർ അവളെ ഹീൽ ചെയ്യുന്നു. ഹെവൻലി തണ്ടർ കാരണമാണ് മെറ്റീർമാർക്ക് വന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നു. 1000 വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് പരിചയമുണ്ടെന്നും പറഞ്ഞ് സന്തോഷത്തോടെ അവർ ഹഗ് ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് മിന്നലേൽക്കുന്നു. അങ്ങനെ മുന്നേ നടന്ന കാര്യങ്ങൾ മാസ്റ്ററിന്റെ ഓർമ്മയിൽ വരുന്നു.